പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തദ്ദേശീയമായി, അതായത് കാശ്മീരിൽ നിന്ന് തന്നെ കാശ്മീരികളായ യുവാക്കൾ ഈ അതിർത്തി കടന്നെത്തിയ പാക് ഭീകരന്മാരെ സഹായിച്ചു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. 14 പേരുടെ പട്ടിക, ഇവരെ സഹായിച്ച, ഈ പാക് ഭീകരന്മാരെ സഹായിച്ച 14 ചെറുപ്പക്കാരുടെ, 20നും 40നും ഇടയിൽ പ്രായമുള്ള 14 ചെറുപ്പക്കാരുടെ പേര് വിവരങ്ങളാണ് NIA ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 8 പേർ ലഷ്കർ-ഇ തോയ്ബയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ്. 3 പേർ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ്. ഇവരെല്ലാവരും അനന്തനാഗ്, പുൽവാമ എന്നീ ജില്ലകളിൽപ്പെട്ടവരാണ് എന്നും പറയുന്നു. എന്തായാലും നമുക്കൊരു കാര്യം വ്യക്തമാണ്, പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കാതെ ഇവർക്ക് ഇങ്ങനെ അതിർത്തി കടന്ന്, അതിർത്തിയുടെ അടുത്തെവിടെയെങ്കിലും, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇവർ നുഴഞ്ഞു കയറി വന്ന് ആക്രമണം നടത്തിയിട്ട് തിരിച്ചുപോയി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാമായിരുന്നു. ഇതങ്ങനെയല്ല. ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് വളരെ അകലെയാണ് പഹൽഗാം. അവിടെയാണ് ഇക്കൂട്ടർ കടന്നു കയറിയിരിക്കുന്നത്. അപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരുപക്ഷെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അവർ കരമാർഗമോ അല്ലെങ്കിൽ കടൽ മാർഗമോ അല്ലെങ്കിൽ വ്യോമമാർഗമോ ഇന്ത്യയിലെത്തിയിട്ട് ആ കാശ്മീരിൽ വരികയും അവിടെ പ്രാദേശികമായ സഹായം, ഒളിച്ചു താമസിക്കാനും മറ്റും ഇവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങൾ, കൃത്യമായിട്ട് തോക്കും വെടിയുണ്ടകളും മറ്റ് ചെറിയ ബോംബുകളും ഒക്കെ ഇവർക്ക് ലഭിച്ചിരിക്കണം. അല്ലാതെ ഈ പ്രാദേശികമായ സഹായം ലഭിക്കാതെ അവർക്ക് പഹൽഗാം പോലൊരു സ്ഥലത്ത്, ബൈസരൻ എന്ന് പറയുന്ന ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ, വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അവർക്ക് ആക്രമിക്കാൻ സാധ്യമല്ല എന്ന് തീർച്ചയാണ്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഏതാണ്ട് 5 പേരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം തകർത്തത്. ഭീകരന്മാർ എന്ന് കരുതുന്ന, ഭീകരവാദ സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന 5 ചെറുപ്പക്കാരുടെ വീടുകൾ തകർത്തു. അതിൽ 2 പേരുടേത്, പിന്നീട് 3 പേരുടേത് ഒക്കെ ആയിട്ടാണ് തകർത്തിരിക്കുന്നത്. കണ്ടെത്തുന്നതിനനുസരിച്ച് വീടുകൾ തകർക്കുകയാണ്. അവർ താമസിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന വീടുകളാണ് തകർക്കുന്നത്. എന്തായാലും ഈ 14 പേരുടെ പട്ടിക പുറത്തു വന്നതോടുകൂടി അവരുടെ പേര് വിവരങ്ങളുണ്ട്. ആദിൽ റഹ്മാൻ, അതുപോലെ ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, അതുപോലെ അഹ്സൻ അഹമ്മദ് ഷെയ്ഖ്, അതുപോലെ ആസിഫ് അഹമ്മദ് ഖണ്ഡേ, അതുപോലെ യാവർ അഹമ്മദ് ഭട്ട്, നസീർ അഹമ്മദ് വാനി, അതുപോലെ ഷാഹിദ് അഹമ്മദ്, അതുപോലെ ആമിർ അഹമ്മദ്, അദ്നാൻ സഫീദർ, അതുപോലെ സുബൈർ അഹമ്മദ് വാനി, അബു ഉബൈദ ഉസ്മാൻ, അതുപോലെ ഹാറൂൺ റാഷിദ് ഗനായ്, അതുപോലെ സക്കീർ അഹമ്മദ് ഖനി തുടങ്ങിയ 10ഓളം പേരുടെ പേരുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പ്രാദേശികമായിട്ട് ഇപ്പോഴും കാശ്മീരിൽ നിന്ന് ഈ ഭീകരവാദം അല്ലെങ്കിൽ ഈ വിഘടനവാദം വിട്ടുപോയിട്ടില്ല. ചിലരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ട്. കാശ്മീർ ഒരു പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക് വന്ന് അവിടെ വിനോദസഞ്ചാരം പോലെയുള്ള വ്യവസായങ്ങൾ തഴച്ചു വളർന്ന് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജീവിക്കാനുള്ള, സമാധാനപൂർണമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി അവർക്ക് നല്ല വരുമാനം ലഭിക്കുന്നു, അവരുടെ ജീവിത നിലവാരം ഉയരുന്നു, അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു, അവിടെ സ്കൂളുകളും കോളേജുകളും വരുന്നു. ഇതൊന്നും ഈ പാകിസ്ഥാനോ ഈ ഭീകരവാദ സംഘടനകൾക്കോ സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അരക്ഷിതാവസ്ഥ, അരാജകത്വം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുമെന്ന് തീർച്ചയാണ്. ഇനി അറിയേണ്ടത്, ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഇവരെ നേരിടുന്നതിനൊപ്പം ഈ പറയുന്നത് പോലെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി ഉപരോധത്തിൽ അകപ്പെടുത്തി ഇടം വലം തിരിയാതെ അവരെ പൂട്ടുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ നടപടി എടുക്കേണ്ടത്, ഈ കാശ്മീരിനുള്ളിൽ നിന്ന്
നമ്മൾ ഇന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന ആ കാശ്മീർ എന്ന സ്റ്റേറ്റിൽ നിന്ന് ഇവരെ സഹായിക്കുന്നവരെ കണ്ടെത്തണം. അവരെ കണ്ടെത്തി അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഈ പറയുന്ന പാക് ഭീകരന്മാർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സഹായത്തിൻ്റെ വേര് അറുത്തേ മതിയാവും. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കാശ്മീരിൽ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കാനാകൂ. ഇപ്പോഴിതാ ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച TRF, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സംഘടന ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങി. നേരത്തെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ വിഭാഗമായാണ് TRFനെ കരുതുന്നത്. ഈ TRF ഇപ്പോൾ പറയുന്നു ഞങ്ങളത് ചെയ്തിട്ടില്ല, അത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നുഴഞ്ഞു കയറി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, ഞങ്ങളാണിത് ചെയ്തത് എന്നുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കി ഇടുകയായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. എന്തായാലും ഇത്തരം ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ ഇന്ന് വലിയ പ്രയാസമില്ല. അതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ആരിട്ട് എന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഈ TRF പോലെയുള്ള സംഘടനകൾക്ക് കാശ്മീരിൽ നിന്ന് വലിയ തോതിൽ സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ഈ കാശ്മീരിലെ സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങളിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധി ഒക്കെ ഇത്തരം സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് സഹായം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ ഇപ്പോൾ നമുക്കറിയാം, പഞ്ചാബിൽ പണ്ട് വിഘടനവാദം ഉയർന്നപ്പോൾ അവിടെ അത് അടിച്ചമർത്തിയത് പഞ്ചാബ് പോലീസാണ്. സൈന്യത്തിൻ്റെ പരോക്ഷമായ സഹായവും പിന്തുണയും ഒക്കെ ലഭിച്ചിരുന്നെങ്കിലും പഞ്ചാബ് പോലീസാണ് ഈ അക്രമത്തെ, ഈ തീവ്രവാദത്തെ, ഈ ഭീകരവാദത്തെ, ഈ ഖാലിസ്ഥാൻ ഭീകരവാദത്തെ ഇനി ഇവിടെ വച്ചു പൊറുപ്പിക്കില്ല എന്ന കൃത്യമായ ലക്ഷ്യത്തോടുകൂടി, കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ച് ആ നാട്ടിൽ നിന്ന് തന്നെ അതിനെ വേരോടെ പിഴുതു കളയാൻ പഞ്ചാബ് പോലീസിന് അന്ന് കഴിഞ്ഞു. പിന്നീട് അവർ കാനഡയിലേക്കും മറ്റുമൊക്കെ രക്ഷപ്പെട്ട, അതിൽ ചില ആൾക്കാർ കാനഡയിലേക്കും മറ്റുമൊക്കെ രക്ഷപ്പെട്ട അവിടെ ഇരുന്നാണ് വീണ്ടും ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി തുടങ്ങിയത്. എന്തായാലും പഞ്ചാബിൻ്റെ മണ്ണ് ഇനി തീവ്രവാദത്തിന് നൽകില്ല, തീവ്രവാദത്തിന് മുളയ്ക്കാനുള്ള ഇടം പഞ്ചാബിൻ്റെ മണ്ണിൽ നൽകില്ല എന്നുള്ള പഞ്ചാബ് പോലീസിൻ്റെ ആ തീരുമാനം, അതാണ് പഞ്ചാബിനെ രക്ഷിച്ചത്. അതുപോലെ കാശ്മീർ പോലീസും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു, കാശ്മീരിൻ്റെ മണ്ണ് വിഘടനവാദത്തിന് ഇനി നൽകില്ല. നിരവധി കാശ്മീരി പോലീസുകാരാണ് ഭീകരരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത്. അതെങ്കിലും അവർ തിരിച്ചറിയണം. അങ്ങനെ കാശ്മീർ പോലീസും കാശ്മീർ സംസ്ഥാന ഭരണകൂടവും ഒത്തൊരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ കാശ്മീരിൻ്റെ മണ്ണ് ഇനി തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇടം കൊടുക്കില്ല, അവർക്ക് വളരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ കാശ്മീരിലെ ഈ ഒരു തലവേദന, ഈ ഒരു ഭീകര പ്രവർത്തനം എന്നേക്കുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും.